അൽ ബഖറയിലെ 207-ാമത്തെ ആയത്തൊന്ന് നോക്കൂ. അല്ലാഹു പറയുകയാണ്, നമ്മുടെ ഏത് കച്ചവടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കച്ചവടം ഏതാണ്? അത് അല്ലാഹുവിലേക്ക് സ്വയം സമർപ്പിക്കുന്ന ഒരു കച്ചവടമുണ്ട്, ഒരു വിൽപ്പനയുണ്ട്. അല്ലാഹുവിലേക്ക് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ പോലും അല്ലാഹുവിന് കച്ചവടമാക്കിയ ആളുകളില്ലേ? അല്ലാഹു അതിനെ സംബന്ധിച്ചാണ് ഖുർആനിൽ പറഞ്ഞല്ലോ, وَمِنَ النَّاسِ مَن يَشْرِي نَفْسَهُ ابْتِغَاءَ مَرْضَاتِ اللَّهِ وَاللَّهُ رَءُوفٌ بِالْعِبَادِ. എന്താണ് അല്ലാഹു പറയുന്നത്? മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവര് സ്വന്തം ശരീരം തന്നെ കച്ചവടം ചെയ്യുന്നവരാണ്, വിൽപ്പന നടത്തുന്നവരാണ്. അല്ലാഹുവിന്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തി മാത്രമാണ് പ്രതീക്ഷ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് കിട്ടേണ്ടത്. ആ ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടെ അല്ലാഹുവിലേക്ക് സ്വന്തം ശരീരം തന്നെ കച്ചവടമാക്കിയ, വിൽപ്പന നടത്തിയ ചില ആളുകളുണ്ട്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു അവന്റെ ദാസന്മാരോട് വളരെ ദയവുള്ളവനാണ് എന്ന് സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്തിൽ കാണാം. എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം തന്നെ വിറ്റ ആളുകളുണ്ട്. എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാം. എത്രത്തോളം നാം സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ട് നടക്കുന്ന നമ്മുടെ സമ്പത്ത്, ആ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒന്നാകെ കൊണ്ട് വിട്ടുകൊടുക്കുക. എന്നിട്ടോ സ്വന്തം ശരീരത്തിനേക്കാൾ അല്ലാഹുവിനെ സ്നേഹിക്കുക. അതൊരു സ്നേഹാണ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ? ആയത്തിറങ്ങാനുള്ള കാരണം ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു സംഭവം ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. എന്തിനാ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ കാണണം, ഇസ്ലാം മതം സ്വീകരിക്കണം, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ അതിയായ ആഗ്രഹത്തോടുകൂടെ ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയുമോ? തന്റെ സമ്പത്ത് എല്ലാം രഹസ്യമായിട്ടൊരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. കയ്യിലെടുക്കാനുള്ളതൊക്കെ അങ്ങ് എടുത്തു. കയ്യിലെടുക്കാൻ പറ്റുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. കയ്യിലെടുക്കാൻ പറ്റുന്നതൊക്കെ അങ്ങ് എടുത്തു. ബാക്കിയുള്ള സമ്പത്ത് മുഴുവനും മക്കയിൽ ഒരു ഭാഗത്ത് ഭദ്രമായി സൂക്ഷിക്കുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും വന്ന് കുറച്ചങ്ങ് കൊണ്ടുപോകാലോ എന്ന് കരുതിക്കൊണ്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. വിവരം ആരറിഞ്ഞു? ഖുറൈശികൾ അറിഞ്ഞു. ഖുറൈശികളിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു, സുഹൈബ് മക്ക വിട്ട് മദീനയ്ക്ക് പോവാനുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒന്നുകിൽ സുഹൈബിനെ കൊല്ലണം, ഇല്ലെങ്കിൽ സുഹൈബ് മക്കയിൽ മദീനയിലേക്ക് ചെല്ലരുത്. ആരാരും അറിയാതെ സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അഖ്ബല സുഹൈബ് മുഹാജിറൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാരറിഞ്ഞു? മക്കക്കാരിൽപ്പെട്ട ഖുറൈശികളിൽ പല ആളുകളും അറിഞ്ഞു. അവര് സുഹൈബിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ പായുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലതാ ഒരു സംഘം ഖുറൈശികൾ സുഹൈബിന്റെ പിന്നാലെയുണ്ട്. സുഹൈബ് റളിയല്ലാഹു അൻഹു പോകുന്നതിന്റെ തൊട്ടുപിറകെ ഖുറൈശികൾ ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ വലം വെക്കുകയാണ്. ചുറ്റുഭാഗത്തേക്കും അങ്ങ് ഒന്നാകെ വളയുകയാണ്. എന്നിട്ട് സുഹൈബിനോട് പറഞ്ഞു, സുഹൈബേ, നീ മദീനയിലേക്ക് പോവുകയാണല്ലടാ, മുഹമ്മദിനെ കാണാനല്ലടാ നിന്റെ ലക്ഷ്യം. നിന്നെ വെറുതെ വിടില്ല. നീ ഒന്നുകിൽ ഇവിടെ വെച്ചുകൊണ്ട് മദീനയിൽ പോകാതെ തിരിച്ച് മക്കയിലേക്ക് പോവണം,
മുഹമ്മദിന്റെ അരികിലേക്ക് നീ ചെല്ലാൻ പാടില്ല. ഇല്ലെങ്കിൽ മുഹമ്മദിന്റെ അരികിലേക്ക് പോകുമെന്നും ഇസ്ലാം മതം സ്വീകരിക്കുമെന്നും നിനക്ക് ഉറച്ച വിശ്വാസമുണ്ട്, നീ അങ്ങോട്ട് പോവാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ നിന്നെ കൊല്ലുക കളയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹു ആ കാണുന്ന ജനങ്ങളോട് പറഞ്ഞു, ഓ ഖുറൈശികളെ, ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ധൈര്യസമേതം ആ ഖുറൈശികളോട് വിളിച്ചു പറയാൻ, യാ മഅ്ശറ ഖുറൈശ് ലഖദ് അലിംതും അന്നീ മൻ അർമാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച ഏറ്റവും വലിയ അമ്പെയ്ത്തുകാരൻ അതാരാണെന്ന് നിങ്ങൾക്ക് അറിയുകില്ലേ? എന്റെ കയ്യിലിരിക്കുന്ന ഈ അമ്പെടുത്തിട്ട് നിങ്ങളോട് ഞാൻ അമ്പയ്യാൻ പോവുകയാണ്. എന്റെ കയ്യിലിരിക്കുന്ന അസ്ത്രങ്ങൾ മുഴുവനും തീരുന്നത് വരെ നിങ്ങളോട് ഞാൻ അമ്പയ്യുകയും അതിനുശേഷമോ എന്റെ കയ്യിലിരിക്കുന്ന വാളുണ്ടല്ലോ, ഈ വാള് കൊണ്ട് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുമോ, നിങ്ങളെ ഓരോരുത്തരെയും അരിഞ്ഞ് ഞാൻ വീഴ്ത്തുമോ. എന്റെ കയ്യിലിരിക്കുന്ന വാള് പൊട്ടി 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 അവസാനം കയ്യിലേക്ക് ആ പിടി ഒതുങ്ങുമ്പോൾ ഞാനതിൽ പരാജയം സമ്മതിക്കാം. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാൻ അങ്ങനെ വെറുതെ അങ്ങ് മരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ല, മക്കയിലേക്ക് വരാനും തീരുമാനിച്ചിട്ടില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, അതാണ് എന്റെ തീരുമാനം. പക്ഷേ നിങ്ങൾ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ യുദ്ധത്തിനൊന്നും ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു സംഭാവന തരാം. എന്താണ് സംഭാവനയെന്നോ? മക്കയിൽ ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ സമ്പത്തുണ്ട്, രഹസ്യമായി കൊണ്ടൊരു ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ച എന്റെ സ്വത്തുണ്ട്. ആ സ്വത്തിന്റെ വിവരം ഞാൻ നിങ്ങൾക്ക് നൽകാം, അത് നിങ്ങൾ എടുത്തോളൂ, എന്നെ വെറുതെ വിട്ടേക്കൂ. അപ്പൊ അവര് തീരുമാനിച്ചു, ശരി, ഇവനെ അങ്ങ് വെറുതെ വിടാം. സുഹൈബിനെ അങ്ങ് വെറുതെ വിട്ടാൽ മക്കയിൽ ചെന്നിട്ട് അവന്റെ സമ്പത്ത് അതിന്റെ എത്രത്തോളം ഉണ്ടാകുമെന്ന് അവർക്ക് തന്നെ അറിയാം. നമുക്കൊക്കെ ഓരോരുത്തരും ഓരിച്ചു എടുക്കാടോ, ഇവനങ്ങ് വെറുതെ വിട്ടേക്ക്, ഇവൻ ഉണ്ടായിട്ട് നമുക്ക് വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ. ഓൻ എന്തായാലും തീരുമാനിച്ചു, ഓനെ കൊന്നു കളഞ്ഞിട്ട് നമുക്കൊരു ലാഭമില്ല. ഇവന്റെ സ്വത്ത് കിട്ടിയാൽ നമുക്ക് ഓരോരുത്തർക്കും ഓഹരി വെച്ചെടുത്തൂടെ. അതുകൊണ്ട് കാലൂ, അവര് പറഞ്ഞു, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. സുഹൈബ് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവര് വന്നതുപോലെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നേരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സുഹൈബിനെ കണ്ടതും റിബ്ഹുൽ ബൈഅ അബാ യഹ്യാ റിബ്ഹുൽ നബി യഹ്യാ റിബ്ഹുൽ ബൈഅ അബാ യഹ്യാ റിബ്ഹുൻ നബി യഹ്യാ. അബൂ യഹ്യാന്റെ കച്ചവടത്തിൽ ലാഭം കൊയ്തിരിക്കുന്നു, അബൂൽ യഹ്യാന്റെ കച്ചവടം ലാഭം കൊയ്തിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റസൂലുള്ളാഹി ഓതിക്കൊടുക്കുന്ന ആയത്ത് ഏതാണ്? വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാഹി വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അൽ ബഖറ സൂറത്തിന്റെ 207-ാമത്തെ ആയത്ത്. ഇതാണ് ഈ ആയത്തിറങ്ങാനുള്ള കാരണം. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം അതാണ്. സ്വന്തം ശരീരം പോലും അള്ളാഹുവിലേക്ക് വിൽപ്പന നടത്തിയ, അള്ളാഹുവിന് വേണ്ടി വിൽപ്പന നടത്തി. കണ്ടോ, ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന സ്വത്ത് മുഴുവനും എന്നെ പോകാൻ അനുവദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരാം. എന്തിന്? എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയി ജീവിക്കണം, ഇസ്ലാമിൽ അധിഷ്ഠിതമായി ജീവിക്കണം, റസൂലുള്ളാഹിനെ കാണണം, ഇസ്ലാം സ്വീകരിക്കണം. ഒരൊറ്റ നിയ്യത്താണ്. സർവ്വസമ്പത്തും അങ്ങ് കൊടുക്കുകയാണ്, ഉള്ള സമ്പത്ത് മുഴുവനും അങ്ങ് കൊടുക്കുകയാണ്. ദീനിന് വേണ്ടി കൊടുത്തവരാണവര്. നമ്മളെ സമ്പത്ത് മുഴുവനും അങ്ങ് ഉപേക്ഷിച്ചിട്ട് ആരെങ്കിലും മതം മാറാൻ തയ്യാറാവോ? അതാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. ആ കാരണം കൊണ്ടാണ് ഈ ആയത്ത് വരെ ഇറങ്ങിപ്പോയത്.